പായസം കുടിക്കുകയും വേണം, തേങ്ങ ചിരവാനും തേങ്ങാപ്പാൽ പിഴിയാനൊന്നും വയ്യ. എന്നാൽ പിന്നെ സമയം കളയേണ്ടെന്നേ. ഇതൊന്നും ചെയ്യാതെ തന്നെ ഒരു അടിപൊളി പരിപ്പ് പായസം തന്നെ നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് ചെറുപയർ പരിപ്പെടുത്ത് പാനിലിട്ട് ചെറുതീയിൽ വറുത്തൊരു ഗോൾഡൻ കളറാവുമ്പോൾ തീ ഓഫ് ചെയ്ത് കഴുകി വൃത്തിയാക്കി പരിപ്പെടുത്ത ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ കുക്കറിൽ 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. അതേ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ചേർത്ത് കൈയെടുക്കാതെ ഇളക്കി പരിപ്പിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് കുറുകി വരുമ്പോൾ ശർക്കര പാനിയും ചേർത്ത് കൊടുക്കാം. 3 മീഡിയം വലുപ്പമുള്ള ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ശർക്കര പാനിയും ചേർത്ത് ഇളക്കി ഒന്ന് കുറുകി വരുമ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് ഇതിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അതായത് തേങ്ങാപ്പാലിന് പകരം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ലിറ്റർ പശുവിൻ പാലാണ്. ഒട്ടും വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള പശുവിൻ പാലും കൂടെ ചേർത്ത് ഇളക്കി നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വേറൊരു പാനിൽ 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്താൽ അതിൽ 3 കഷ്ണം ചുക്കും 5-6 ഏലക്കായും നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചെറിയ ജീരകം ഇട്ട് ഒട്ടും തരയില്ലാതെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിയും നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത നല്ല സൂപ്പർ ടേസ്റ്റി പരിപ്പ് പായസം റെഡിയായി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരം വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.